എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സേമിയ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കേസരി തയ്യാറാക്കിയാലോ? നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് സേമിയ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. സേമിയ വറുക്കുന്ന ടൈമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആറാൻ വെക്കണം. നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ നമ്മുടെ സേമിയ കൊണ്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.